എറണാകുളം സെക്ടർ സാഹിത്യോത്സവിൻ്റെ ഈ വർണ്ണാഭമായ വേദിയിൽ ഞാൻ നിങ്ങളോട് ഒരു കഥ പറയാം. എൻ്റെ കഥയുടെ പേരാണ് ആട്ടിടയൻ്റെ പ്രയാണം. എല്ലാ പ്രവാചകന്മാരുടെയും ചരിത്രത്തിൽ ആട്ടിടയനായിട്ടുണ്ട്. ആട്ടിൻപറ്റത്തെ മേച്ചാണ് അവർ സമൂഹത്തെ സൽവരയിലാക്കാൻ പരിശീലിച്ചത്. നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ആട്ടിൻപറ്റത്തെ മേച്ചിട്ടുണ്ട്. ഇതാ ഒരു ആട്ടിടയൻ്റെ മനോഹരമായ സംഭവത്തിലേക്ക്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഉറ്റ ചങ്ങാതിയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മക്കയിലെ ഒരു വലിയ മലഞ്ചെരുവിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. വഴിയിൽ അല്പം അകലെ ഒരു വലിയ ആട്ടിൻകൂട്ടത്തെയും അവയെ മേക്കുന്ന ഒരു ആട്ടിനെയും അവർ കണ്ടു. പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെ നടന്നു നീങ്ങുകയായിരുന്ന മുത്തുനബി തങ്ങൾക്കും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനും നല്ല ദാഹമുണ്ടായിരുന്നു. ആട്ടിടയൻ അരികിലെത്തിയതും ഈ ആടുകളിൽ നിന്ന് കുടിക്കാൻ അല്പം പാൽ നൽകുമോ എന്ന് ഇരുവരും ചോദിച്ചു. അപ്പോൾ ആട്ടിടയൻ പറഞ്ഞു, ഞാൻ വിശ്വസ്തനായ ഇടയനാണ്. എൻ്റെ യജമാനന്റെ സമ്മതമില്ലാതെ ഈ ആടുകളിൽ നിന്നും എനിക്ക് പാൽ നൽകാനാവില്ല. ഉഖബത്ത് ബിനു അബീ മുഅദ്ദിന്റെ ആട്ടിൻകൂട്ടങ്ങളായിരുന്നു അത്. ഉടനെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, കൂട്ടത്തിൽ പ്രസവിക്കാത്തതോ കറവ് പറ്റിയതോ ആയ ആടുകളുണ്ടോ? അതെ, ഉണ്ട്. ഇടയൻ കൂട്ടത്തിൽ നിന്നും കറവ് പറ്റിയ ഒന്നോ രണ്ടെണ്ണത്തെ കാട്ടിക്കൊടുത്തു. മുത്തുനബി തങ്ങളും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും അതിൽ നിന്നും ഒരാടിനെ പിടിച്ചു. ശേഷം അല്ലാഹുവിൻ്റെ നാമം ഉരുവിട്ട് അതിൻ്റെ അകിടിൽ തടവുകയും ദുആ ചെയ്യുകയും ചെയ്തു. ഇതെല്ലാം അതീവ ശ്രദ്ധയോടെ ആട്ടിടയൻ വീക്ഷിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും ഇതാ അത്ഭുതം, അത്യത്ഭുതം! ഒറ്റക്കിടന്ന ആടിൻ്റെ അകിടം മറ്റുള്ളതിനേക്കാൾ ഭംഗിയായി നിറഞ്ഞു നിൽക്കുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൊണ്ടുവന്ന പാത്രത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പാൽ കറന്നെടുത്തു. രണ്ടുപേരും മതിവരുവോളം കുടിച്ചു. ബാക്കി ആട്ടിടയന് കുടിക്കാൻ നൽകുകയും ചെയ്തു. അപ്പോൾ ആട്ടിടയന്റെ മനസ്സിലേക്ക് മുത്തുനബിയോടുള്ള അതിരുകളില്ലാത്ത സ്നേഹം, അത് തിരത്തി ചുംബിക്കുന്ന തിരമാലകളെ പോലെ ആട്ടിടയന്റെ മനസ്സിലേക്ക് വാരിപ്പുണർന്നപ്പോൾ ഏറെ ആശ്ചര്യത്തോടെ ആട്ടിടയൻ ആ പാൽ കുടിച്ചു. മുത്തുനബി ഉരുവിട്ട ദിവ്യവചനവും അതിനുശേഷമുണ്ടായ ഈ അത്യത്ഭുതം ആട്ടിടയന്റെ മനസ്സിലേക്ക് വല്ലാതെ സ്വാധീനിപ്പിച്ചു. മുത്തുനബിയെ സമീപിച്ചുകൊണ്ട് അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ ഉരുവിട്ട ആ മനോഹരമായ വചനങ്ങൾ എനിക്കും ഒന്ന് പഠിപ്പിച്ചു തരുമോ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ സ്നേഹത്തോടെ അദ്ദേഹത്തിൻ്റെ തല തടവോടുകയും ദുആ ചെയ്യുകയും ചെയ്തു. അധികം വൈകാതെ ഈ സംഭവം ആട്ടിടയനെ വിശുദ്ധ ഇസ്ലാമിലേക്ക് എത്തിച്ചു. ആട്ടിൻകൂട്ടങ്ങളെ ഏറ്റവും മേച്ചുകൊണ്ട് നടന്ന ആട്ടിടയൻ ആരെന്നറിയണ്ടേ? അതെ, പിൻകാലത്ത് സ്വഹാബികളുടെ കൂട്ടത്തിലെ പ്രമുഖ പണ്ഡിതൻ, മുത്തുനബിയുടെ ചെരുപ്പ് വാഹകനും രഹസ്യ സൂക്ഷിപ്പുകാരനും തുടങ്ങിയ നിരവധി സംഭവങ്ങൾക്ക് ഉടമയായ മഹാനരായ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ആണ്. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ കഥയിലൂടെ എന്താണ് വായിച്ചെടുക്കാൻ സാധിച്ചത്? മുത്തുനബിയുടെ മുഅ്ജിസത്ത് നേരിട്ട് കണ്ട് സ്വഹാബിയായി മാറിയ ആട്ടിടയന്റെ പ്രയാണം നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. ആ മുത്തുനബിയോട് സ്നേഹിച്ചു മരിക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കൊച്ചു കഥ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.